ഈ വെസ്റ്റ് ബംഗാളിലാണെങ്കിൽ NRC പറയുന്നു, ഇപ്പോൾ ബീഹാറിലാണെങ്കിൽ SIR വരുന്നു, അസമിലാണെങ്കിൽ ഇപ്പോൾ വീണ്ടും NRC ആളുകളുടെ ബുൾഡോസർ കൊണ്ടുപോയി വീടൊക്കെ ഇടിക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഹോം സെക്രട്ടറി ആയിരുന്ന ഒരു ആളെന്ന നിലയിൽ എങ്ങനെയാണ് സർ വിലയിരുത്തുന്നത്? ഇല്ല, നമ്മൾക്ക് ശരിക്കായിട്ട് NRCക്ക് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ ഞാൻ ഹോം സെക്രട്ടറി ആയിരുന്നപ്പോൾ ഞങ്ങൾ തുടങ്ങിയതാണ്. അത് പിന്നെ ഗവൺമെൻറ് എന്നോ കാരണം കൊണ്ട് ആധാർ വന്നുകൊണ്ട് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററിൻ്റെ മുമ്പോട്ട് പോയില്ല. ദെൻ ആധാർ ഷുഡ് ഹാവ് ബീൻ ദ ബേസിസ് ഓഫ് യുവർ ഐഡൻറ്റിറ്റി ഇൻ ഇന്ത്യ. നമ്മൾക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നുണ്ട്, എവ്രിബഡി ഹു വാസ് ഇൻ ഇന്ത്യ, അൺഡിവൈഡഡ് ഇന്ത്യ ശേഷം ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിലും പാർട്ടീഷൻ ചെയ്ത് വന്നാൽ നമ്മൾക്ക് എല്ലാവർക്കും ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉണ്ട്, ഓട്ടോമാറ്റിക്കലി ഉണ്ട്. ഇപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത്, അല്ല യു പ്രൂവ് യുവർ സിറ്റിസൺഷിപ്പ്. നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ സം പീപ്പിൾ ട്രിവാൻഡ്രത്തോ കേരളത്തിലാണെങ്കിൽ പ്രശ്നമില്ല, ബട്ട് ബംഗാൾ, പഞ്ചാബിലെല്ലാം മെനി ഓഫ് ദ പീപ്പിൾ ഹു കം ആർ ഓൾ ദ ബർത്ത് സർട്ടിഫിക്കറ്റ്സ് ഇൻ പാകിസ്ഥാൻ. എങ്ങനെ കിട്ടും? ഇലക്ഷൻ കമ്മീഷൻ പോലും അങ്ങനെ ചോദിക്കുകയാണ്. പറയണ്ട, ലെസ് സെഡ് ദ ബെറ്റർ. സി, നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഒരു കൺസൾട്ടേഷൻ പ്രോസസ്സുണ്ട്. പൊളിറ്റിക്കൽ പാർട്ടീസുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു കൺസെൻസസ് ഡെവലപ്പ് ചെയ്യണം. പിന്നെ നമ്മൾക്ക് ഇലക്ട്രൽ ഇൻറ്റൻസീവ് റിവിഷൻ ഓഫ് റൂൾസ് എല്ലാ തവണയും നടക്കുകയാണ് ഇലക്ഷന് മുമ്പേ. ബട്ട് ആ കൺസൾട്ടേഷൻ പ്രോസസ്സ് ഇപ്പം കംപ്ലീറ്റ്ലി പോയി. എല്ലാം യൂണിലാറ്ററൽ ഏകപക്ഷമായി തീരുമാനം എടുത്ത് പിന്നെ അതിന് പിന്നെ എല്ലാവരും സുപ്രീം കോർട്ടിൽ പോയി ഇങ്ങനെ ഓരോ കൺസെഷനും ഇങ്ങനെ ഡിസിഷൻ വരുന്നു. ആ കൺസൾട്ടേഷൻ പ്രോസസ്സേ പോയി. പാർലമെൻറ്റിലും അതുപോലെയാണ്. പാർലമെൻറ്റിൽ ആരും സംസാരിക്കുന്നില്ല. നമ്മളെല്ലാം വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കും. ഇപ്പോൾ എല്ലാം ഏകപക്ഷമായിട്ട് ഒരു തീരുമാനം എടുത്ത് നിങ്ങൾ എടുത്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾ ആൻറ്റി നാഷണലാണ്. എന്തായാലും ഗുരുതരമായ സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നു എന്നാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന GK പിള്ള ഇപ്പോൾ റിപ്പോർട്ടറിനോട് പറയുന്നത്. ക്യാമറമാൻ മനു ബാലകൃഷ്ണനൊപ്പം PR സുനിൽ, ഇൻ റിപ്പോർട്ടർ.